Hello friends, ഒരിക്കൽ കൂടി J&MMallu'sVlogsലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നത് എന്ന്. ഞണ്ട് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ടൊമാറ്റോ നന്നായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ്. ഇപ്പം ഞാൻ ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് ക്രാബ് നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്ത് ഞാൻ വെച്ചിരിക്കുവാണത്. അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ചെറിയുള്ളി നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യുകയാണ്. ഇപ്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ തക്കാളി ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട് ഞാനത്. അതെല്ലാം ഒന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാബ് കറിക്ക് വേണ്ട മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. ക്രാബ് കറിക്ക് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കാറ്. അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല ആൻഡ് 1 ടീസ്പൂൺ ഗരം മസാല. ഇത് 3ആണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ പെരുംജീരകം അത് ഒന്ന് നന്നായിട്ട് ഞാൻ ഇടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതൊന്ന് നന്നായിട്ട് ഇടിച്ചെടുത്തത് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു നല്ല ഫ്ലേവർ വരും അതിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്രാബ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ക്രാബെല്ലാം കൂടെ ക്രാബും നമ്മുടെ ആ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചതൊന്ന് വേവിക്കണം. ഞാൻ ഇപ്പം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാബിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും മസാലയിലായിട്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് 2 കുടംപുളി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ 2 കുടംപുളി ഇട്ട് ഞാൻ ഒന്ന് മൈക്രോവേവ് ഓവനിൽ ചെയ്തിട്ടാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രാബ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം ഈ ക്രാബ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് കപ്പയുടെ കൂടെ കഴിക്കാനാണ് സൂപ്പർ കോമ്പിനേഷൻ.
പക്ഷേങ്കിൽ ചോറിൻ്റെ കൂടെയാണ് നല്ലതാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രാബ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു, ബൈ ബൈ.